ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 030/21 എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രിലിംസിൽ രണ്ടാമതായിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. അപ്പോൾ നമ്മൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുതുതായിട്ട്, അതായത് പ്രിലിംസിനായിട്ട് പുതുതായി തയ്യാറെടുക്കുന്നവർക്കും മുമ്പ് എക്സാം എഴുതിയവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് സെക്ഷൻ പോലെയാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കണം. ക്ലാസ് കണ്ടതിന് ശേഷം കേരള PSCയുടെ വെബ്സൈറ്റിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് ആൻസർ കീ വെച്ച് നിങ്ങൾ സ്വയം ചെയ്തു നോക്കണം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ എക്സാം എഴുതുന്നത് അല്ലെങ്കിൽ എക്സാം കാണുന്നത് എന്നുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മാർക്ക്, അതായത് ഇതിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് കൂടി കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏത് ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? ആൻസർ ഓപ്ഷൻ എ, തെക്ക് ഭാഗം. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? ആൻസർ ഓപ്ഷൻ സി, 30. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, ത്രികോണം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഉപദ്വീപീയ പീഠഭൂമി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഗംഗ. മൂത്തോൻ സംവിധാനം ചെയ്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ഗീതു മോഹൻദാസ്. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ സി, നിവിൻ പോളി. 2020 ഒക്ടോബർ 15 അന്തരിച്ച പ്രശസ്ത കവിയും 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഒൻപതാമത്തെ ചോദ്യം, ഏഴച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഒരു വെർജീനിയൻ വെയിൽക്കാലം. നേപ്പാളിലെ ഓൾഡ് മോങ്ക് രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ മികച്ച ചിത്രം, മികച്ച സംവിധാനം എന്നീ പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ജലസമാധി. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ചില്ലാർ. ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി, ഉച്ഛ്ലിത വൃഷ്ടി. ഉത്തരേന്ത്യൻ സമതലങ്ങൾ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ലൂ. ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ എ, ഉത്തരാഖണ്ഡ്. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, മധ്യപ്രദേശ്. 2020 ടൊറന്റോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടി? ആൻസർ ഓപ്ഷൻ എ, പ്രിയങ്ക ചോപ്ര. ജമ്മുവിലെ ചരിത്ര പ്രസിദ്ധമായ സിറ്റി ചൌക്കിന്റെ പുതിയ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, ഭാരത് മാതാ ചൌക്ക്. 18ാമത്തെ ചോദ്യം, ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ലോസ് ഏഞ്ചൽസ്. ലോക ഭാഷകളെ പറ്റിയുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എത്നോലോഗ് പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഹിന്ദി. 2020 ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശ രാജ്യ തലവൻ ആര്? ആൻസർ ഓപ്ഷൻ എ, ഡൊണാൾഡ് ട്രംപ്. ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, ശാന്തിവനം. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ എ, ബംഗാൾ. ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തും മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ എ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ, രാഷ്ട്രപതി. 27 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ്?
ആൻസർ ഓപ്ഷൻ ഡി 1993 ഒക്ടോബർ 12. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിന്. ഇന്ത്യയുമായുള്ള വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി 1858. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ആൻസർ ഓപ്ഷൻ സി വാറൻ ഹേസ്റ്റിംഗ്. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ആൻസർ ഓപ്ഷൻ ബി മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മൗലികാവകാശങ്ങൾ. സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ഭരണഘടനയെ അനുസരിച്ച് ഡാഷ് ആണ്? ആൻസർ ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. 39. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി അനുച്ഛേദം 15. പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി പാർലമെന്റ്. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കൈത്തറി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി കൊച്ചി. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ സി മുതിരപ്പുഴ. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം? ആൻസർ ഓപ്ഷൻ എ 1972. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി തിരുമംഗലം ടു കൊല്ലം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം? ആൻസർ ഓപ്ഷൻ ബി 1697. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ്. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി അഞ്ചരക്കണ്ടി. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ കേണൽ ലീഗർ. കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആഗമാനന്ദ സ്വാമികൾ. 51-ാമത്തെ ചോദ്യം. കേരളത്തിന്റെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ കർണാടകം. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ ഡി 77. വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 40. 54. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി പർവ്വത മണ്ണ്. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം? ആൻസർ ഓപ്ഷൻ ബി തട്ടേക്കാട്. ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവർ ആ വീഡിയോ പോയി കാണുക. അക്കാമ ചെറിയാന്റെ ജനനം എവിടെയായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി കാഞ്ഞിരപ്പള്ളി. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി പുതുക്കാട്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഗാന്ധിജി. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി തൃശൂർ. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏത്? ആൻസർ ഓപ്ഷൻ സി വെങ്ങാനൂർ.
ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാണ്? ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത്? ആൻസർ ഓപ്ഷൻ ബി ഒ ഗ്രൂപ്പ്. ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സെറിബെല്ലം. മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണുള്ളത്? ആൻസർ ഓപ്ഷൻ ബി 4. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ്? ആൻസർ ഓപ്ഷൻ ബി പ്ലൂറ. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി എസെൻട്രിക്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സെറിബെല്ലം. സെഹന്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി രവിശങ്കർ പ്രസാദ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആമസോൺ മഴക്കാടുകൾ. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ജീവകം സി. 69 ജീവകം സി. 70ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ ജീവകം? ആൻസർ ഓപ്ഷൻ എ ജീവകം കെ. 71ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതിന്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? ന്യൂട്രോൺ ഇല്ലാത്തത് ഏതിന്റെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി പ്രോട്ടിയം. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 2. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലത്തിന് എന്ത് സംഭവിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി കുറയും. മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഓക്സിജൻ. ഊർജത്തിന്റെ CGS യൂണിറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ എർഗ്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ്? ആൻസർ ഓപ്ഷൻ ബി പിണ്ഡം. സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ ഡാഷ് സമയം മതിയാകും? ആൻസർ ഓപ്ഷൻ ഡി 8.2 മിനിറ്റ്. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണ്? ആൻസർ ഓപ്ഷൻ എ മീറ്റർ. ഇനി 20 മാത്സ് ചോദ്യങ്ങളാണ്. 1.72ന്റെ പകുതിയോടെ 0.42ന്റെ 1/3 കൂട്ടിയാൽ കിട്ടുന്ന തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 1. 617 പ്ലസ് 6.017 പ്ലസ് 0.617 പ്ലസ് 6.0017 എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 629.6357. 1നും 50നും ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതും അക്കങ്ങളുടെ തുക 6 ആയി വരുന്നതുമായ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? ആൻസർ ഓപ്ഷൻ എ 2. താഴെ കൊടുത്ത സംഖ്യകളിൽ 12ന്റെ ഗുണിതം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 63,264. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ ബി 13/12. 3/4 വലുതും 9/4 ചെറുതുമായ ഭിന്നസംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 11/6. 87ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 88. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ട സമയം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 40 മിനിറ്റ്. ആദ്യത്തെ 200 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 100.5. ഒരു വ്യാപാരി റേഡിയോ വാങ്ങിയ വില 3000 രൂപ, 20% കൂട്ടി വിലയിട്ടു. അദ്ദേഹത്തിന് 8% ലാഭം കിട്ടിയാൽ മതി എങ്കിൽ എത്ര ശതമാനമാണ് ഡിസ്കൗണ്ട്? ആൻസർ ഓപ്ഷൻ സി 10%. 2, 3, 5, 7 എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 11. 2 = 0, 3 = 3, 4 = 6, 5 = 9. എന്നാൽ 7 = എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 15.
പ്ലസ് എന്നത് ഗുണനത്തെയും മൈനസ് എന്ന ഹരണത്തെയും ഇൻഡു എന്നുള്ളത് സങ്കലനത്തെയും ഹരണം വ്യവകലനത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ 35 × 20 + 25/15 - 5 എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 110. 32 × 43 23 34 47 × 67 74 76 ആയാൽ 13 × 72 എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി 31 27. 95 ഡാഷ് എന്ന വാക്ക് ഇന്റലിജൻസ് എന്ന വാക്കിൽ നിന്ന് സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല. ആൻസർ ഓപ്ഷൻ ഡി ക്യാൻസർ. എക്സാമിനേഷനുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആക്ഷൻ. അച്ഛന്റെയും മകന്റെയും വയസ്സ് തമ്മിലുള്ള അനുപാതം 5:2 10 വർഷത്തിനു ശേഷം അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാണെങ്കിൽ ഇപ്പോൾ മകന്റെ പ്രായം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 20. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നന്ദുവിന്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും നന്ദുവിന്റെ സ്ഥാനം എത്ര? ആൻസർ ഓപ്ഷൻ ഡി 31. താഴെ പറയുന്നവയിലെ വ്യത്യസ്തനാര്? ആൻസർ ഓപ്ഷൻ ബി ടെർലിൻ. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ബാറ്ററി. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ഡി ആണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ആൻസർ കീ ഡൗൺലോഡ് ചെയ്യുമ്പോഴും ഡി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം നോക്കാൻ. അപ്പൊ നിങ്ങൾക്ക് പഠിച്ചവരാണെങ്കിൽ, അതായത് പഠിച്ചു തുടങ്ങിയവർക്കാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇതിലെ 20 മാർക്സ് ചോദ്യങ്ങൾ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.